ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള സാന്നിധ്യമായ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഒരു സൂപ്പർ താരം ക്ലബ് വിട്ടേക്കും എന്ന സൂചന. 2024 ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സ് FC സംഘത്തിൽ ഇല്ലായിരുന്നു. ഇതോടെയാണ് താരം കൊച്ചി ക്ലബ് വിട്ട് പുറത്തേക്ക് പറന്നേക്കും എന്ന ആശങ്ക ശക്തമായത്. ഡ്യൂറൻ കപ്പ് 2024 ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് യുവതാരം പുറത്തേക്ക് പറഞ്ഞേക്കും എന്ന റിപ്പോർട്ട് കൂടുതൽ ബലപ്പെട്ടത് എന്നതും ശ്രദ്ധേയം. മുംബൈ സിറ്റി FC-ക്ക് എതിരായ ഡ്യൂറൻ കപ്പ് പോരാട്ടത്തിൽ കളിക്കാതിരുന്ന മലയാളി വിങ്ങർ രാഹുൽ KP ക്ലബ് വിടും എന്ന സൂചനയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. രാഹുലിനെ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഓഫർ വരാത്തതാണ് ഡീൽ നടക്കാത്തതിന് പിന്നിലെ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. തൃശൂർ സ്വദേശിയായ രാഹുൽ KP 2019 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സംഘത്തിലുണ്ട്. ക്ലബ് തലത്തിൽ ആകെ 118 മത്സരങ്ങൾ രാഹുൽ കളിച്ചിട്ടുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ 78 മത്സരങ്ങളുണ്ട്. ബ്ലാസ്റ്റേഴ്സിനായി 8 ഗോളും 5 അസിസ്റ്റും ഈ റൈറ്റ് വിങ്ങർ ഇതുവരെ സ്വന്തമാക്കി. ISL വേദിയിൽ 70 മത്സരങ്ങൾ കളിച്ച രാഹുൽ 7 ഗോളും 4 അസിസ്റ്റും ഇതുവരെ നടത്തിയിട്ടുണ്ട്. അതേസമയം ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 8-0 മുംബൈ സിറ്റി FC-യെ തകർത്തു. മുംബൈ സിറ്റി FC-യുടെ B ടീമാണ് ഇറങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക് വേണ്ടി നോഹ സദൌവി അരങ്ങേറ്റം ഗംഭീരമാക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിലെ അരങ്ങേറ്റ മത്സരത്തിൽ നോഹ സദൌവി ഹാട്രിക് സ്വന്തമാക്കി. 32, 50, 76 മിനിറ്റുകളിലായിരുന്നു നോഹ സദൌവി കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക് വേണ്ടി വലകുലുക്കിയത്. അതേസമയം ടീമിനെ കരുത്തരാക്കി നിലനിർത്തുന്ന താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിർത്തുന്നുമുണ്ട്. റൈറ്റ് ബാക്ക് സൂപ്പർ താരം സന്ദീപ് സിംഗിന്റെ കരാർ 2027 വരെ നീട്ടിയതായി അടുത്തിടെയാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. നേരത്തെ 2020 ഓഗസ്റ്റിലായിരുന്നു സന്ദീപ് സിംഗ് ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. റൈറ്റ് ബാക്ക് ആണെങ്കിലും സെന്റർ ബാക്ക്, ലെഫ്റ്റ് ബാക്ക് പൊസിഷനുകളിലും കളിക്കാൻ താരത്തിന് മികവുണ്ട്. അതേസമയം ഇതിനോടകം ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ചില താരങ്ങൾ ക്ലബ് വിടുകയും ചെയ്തിട്ടുണ്ട്. ജിക്സൺ സിംഗ്, ലാറ ശർമ്മ, കരൺജിത്ത് സിംഗ്, നിഷു കുമാർ എന്നിവർ ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക് പുറത്തുപോയിരിക്കുകയാണ്. എന്തായാലും ഗംഭീര വിജയത്തോടെ ഡ്യൂറൻ കപ്പ് മത്സരം തുടങ്ങാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മഞ്ഞപ്പടയും ആരാധകരും. എന്നാൽ പ്രിയ താരങ്ങൾ ക്ലബ്ബ് വിടുന്നതിൽ ആരാധകർക്ക് നേരിയ നിരാശയുമുണ്ട്.